തിങ്കളാഴ്ച ഞാനിങ്ങനെ ടൗണിൽ വരെ പോയതാ. ഞാനും അപ്പച്ചിയും കൂടെ പോയിട്ട് തിരിച്ചു വന്നപ്പം വീടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഈ ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ ബമ്പ് കയറിയാണ് വീട്ടിലോട്ട് പോകേണ്ടത്. എന്നിട്ട് ബമ്പ് കയറിയപ്പോഴത്തേന് ഈ ചെളിയിലോട്ട് വണ്ടിയുടെ ടയർ പൊതഞ്ഞിട്ട് ഞാൻ വീണിട്ട് കാല് വല്ലാതായി. അന്നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ മുറിവെണ്ണയൊക്കെ എടുത്ത് തടവി ചെറിയ വേന പോലെ തോന്നി. പിന്നെ അങ്ങ് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പിന്നെ കാലനക്കാൻ വയ്യ. ഡോക്ടറെ കാണാൻ പോയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു എക്സ്റേ ഒക്കെ എടുപ്പിച്ചു. പറഞ്ഞു ലിഗമെന്റിന് ഇഞ്ചുറിയാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു പ്ലാസ്റ്റർ ഇടാമെന്ന് പറഞ്ഞു. പിന്നെ എടുത്ത് പിടിച്ച് പെട്ടെന്ന് തന്നെ പ്ലാസ്റ്റർ അങ്ങിട്ടു. പ്ലാസ്റ്റർ ഇപ്പം 3 ദിവസമായിട്ട് ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗുളിക കഴിക്കാൻ തുടങ്ങി പിന്നെ ഭയങ്കര ഛർദിയായി. ഒന്നും കഴിക്കാൻ വയ്യ. കഴിച്ചാൽ അപ്പം ഛർദിക്കും. പിന്നെ ഒന്നും ചെയ്യാൻ വയ്യ, അനങ്ങാനും വയ്യ, നടക്കാനും വയ്യ. അങ്ങനെയായിരുന്നു. അപ്പം ഇന്ന് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഛർദി ഗുളിക ഇനി കഴിക്കണ്ട, 5 ആഴ്ച ഈ പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ സാറിനെ കാണാൻ വന്നു. ഞാൻ ഉണ്ടപ്ലാവ്. പേരൊന്ന് പറഞ്ഞു. വിഷ്ണുപ്രിയ. ഇപ്പോൾ യേശുക്രിസ്തുവിൽ നന്നായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നതാ അല്ലേ? യേശുക്രിസ്തുവിൽ നന്നായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ വിഷ്ണുപ്രിയയുടെ കാലിൻ്റെ കുഴപ്പമുള്ള ലിഗമെന്റ് ശരിയായി അല്ലേ? ശരിയാ. പ്ലാസ്റ്റർ ഇടുക എന്നുള്ളത് ലോകപരമായ ഈ കാലഘട്ടത്തിൽ യോജിച്ച ഏറ്റവും ബെറ്ററായ ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അത് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്രിസ്തുവിൽ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇപ്പം തന്നെ കൊച്ചു സുഖപ്പെട്ട് കഴിഞ്ഞിരിക്കുക. എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, കർത്താവേ നന്ദി, നന്ദി, ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പ്ലാസ്റ്റർ സ്വന്തം കൈ കൊണ്ടൊക്കെ ഊരി കളയാവുന്ന വിധത്തിലാണോ? അല്ല. നോക്കട്ടെ. ഇവിടെ കർത്താവെ നീ സുഖപ്പെടുത്തി കഴിഞ്ഞതിനാൽ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. കർത്താവെ അങ്ങ് സുഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇത് ഉണ്ടാക്കി പറയുന്നതല്ല, ഇത് സാത്താന്യ ബന്ധം കൊണ്ട് പറയുന്നതല്ല. ഇത് ക്രിസ്തുവിശ്വാസമാണ്, ഇത് ദൈവവിശ്വാസമാണ്. ദൈവം ക്രിസ്തു ഒന്നാണ്. ഇത് ക്രിസ്തുവിനുള്ള സമർപ്പണമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. വിഷ്ണുപ്രിയ എന്ന മകൾ ഈ 2014 ഓഗസ്റ്റ് മാസം 7-ാം തീയതി വൈകുന്നേരം 2:45 മണിക്ക് ഇപ്പോൾ ഡോക്ടർ 4 ആഴ്ചയും കൂടെ കഴിഞ്ഞ് ഇതും പ്ലാസ്റ്റർ മാറ്റാൻ പറഞ്ഞത് ഇപ്പം തന്നെ മാറ്റാൻ പോകുന്നതിൻ്റെ കാരണം കർത്താവ് സ്പർശിച്ച് കഴിഞ്ഞു. കർത്താവെ നീ സുഖപ്പെടുത്തി കഴിഞ്ഞു. അതെനിക്ക് മനസ്സിലായി. എൻ്റെ കർത്താവ് അത് ചെയ്തു. അത് എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവും കൂടുതലും അല്ല, എൻ്റെ ഈ കുട്ടിയോടുള്ള കർത്താവിൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. കർത്താവെ നന്ദി, നന്ദി. ദൈവമേ, ഇപ്പോൾ തന്നെ നീ അത്ഭുതം പ്രവർത്തിച്ചതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയുന്നത് മരിച്ചവരുടെ ഉയർപ്പിനെയും ഭൂതങ്ങളുടെ ഓടിയലിനെയും വൻ രോഗികളുടെ സുഖപ്പെടുത്തലിനെയും കാറ്റിനെയും മഴയെയും കടലിനെയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിയന്ത്രിക്കുന്നതിനെയും അർഹതയില്ലാത്തവർക്കൊരു ജോലി, ഉയർന്ന ജോലി കിട്ടുന്നതിനെയും മണ്ണും വീടുമൊന്നും ഇല്ലാത്തവർക്ക് പ്രാർത്ഥനയിൽ വീട് കിട്ടുന്നതിനെയും ഒക്കെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന് ലോകം പറയാറുണ്ട്. ചില സിദ്ധന്മാർ അതിൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കുകയും അവരുടെ ഒരു താൻപോരിമ എന്ന് കാണിക്കുകയൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വിഷ്ണുപ്രിയ സുഖപ്പെടുത്തപ്പെട്ടു. അത് ത്രിയേക ദൈവം ക്രിസ്തു വഴി അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. അതിന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മനുഷ്യരെ ദൈവം ഉപയോഗിക്കുകയാണ്. ദൈവം ദൈവമാണ്, അവനെന്തും ചെയ്യാൻ പറ്റും. ദൈവമില്ല എന്ന് വിചാരിക്കുന്നവർ ഇതിനെയൊക്കെ എതിർക്കും. യുക്തി കൊണ്ടാണെന്ന് പറയുന്നവർ ഇതിനെയൊക്കെ എതിർക്കും. ഇത് എന്തോ ഒരു തന്ത്രമാണെന്ന് പറയുന്നവർ ഇതിനെയൊക്കെ എതിർക്കും. ദൈവം പറയുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ, യെശയ്യാവിൻ്റെ പുസ്തകം 61 1, 2, 3 വാക്യങ്ങളിൽ, ഞാൻ രോഗികളെ സുഖപ്പെടുത്തും, അന്ധന് കാഴ്ചയും മുടന്തന് നടപ്പും കൊടുക്കുമെന്ന്. ഇപ്പം ഇതിങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആൾ മുടന്തിയാണ്, നടപ്പ് കൊടുക്കാൻ പോവാണ്. ഇത് വെട്ടിപ്പൊട്ടിച്ച് കളഞ്ഞേച്ച് ഞാൻ മുടന്തന് നടപ്പ് കൊടുക്കും എന്ന് ദൈവം പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ 4:18 അന്ധന് കാഴ്ചയും ബധിരന് കേൾവിയും ഊമന് സംസാരശക്തിയും മുടന്തന് നടപ്പും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൊച്ചിനോട് ഒരു ഡീറ്റെയിൽസും നമ്മളാരും ചോദിച്ചില്ല. ഒന്നും ചോദിക്കാതെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ കണ്ടതാണ്. കൊച്ചിനെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ആത്മീയ മനുഷ്യർക്ക് മനസ്സിലാവും.
നിങ്ങൾക്കും ഈ യേശുവിൻ്റെ അടുത്തേക്ക് വരാം. മാനസാന്തരപ്പെടുവാൻ ഒരുക്കമാണോ? വിശ്വാസത്തിലേക്ക് വരാൻ ഒരുക്കമാണോ? വീണ്ടും ജനിക്കാൻ ഒരുക്കമാണോ? നിങ്ങൾക്കും വരാം. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തിലും മാർക്കോസിൻ്റെ സുവിശേഷത്തിലും യേശു ഒത്തിരി പേരെ സുഖപ്പെടുത്തിയ കാര്യമൊക്കെ ഉണ്ട്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തി, ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കേട്ടും അറിഞ്ഞൊക്കെയാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത്. ഞാനും എൻ്റെ കുടുംബവും പല അത്ഭുതങ്ങളും യേശു വഴി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ വരാനിടയായ ഒരു സംഭവം, 2 വീലറിൽ പോകുമ്പം ആക്സിഡൻ്റ് ഉണ്ടായി, വീഴുകയും എൻ്റെ കാല് വല്ലാതാവുകയും ചെയ്തു. അപ്പം ഡോക്ടറെ അടുത്ത് പോയപ്പം ലിഗമെൻ്റ് ഇഞ്ചുറി ആയെന്നാണ് പറഞ്ഞത്. അപ്പം ഡോക്ടർ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞു. അങ്ങനെ 5 ആഴ്ച പ്ലാസ്റ്റർ ഇട്ടിട്ട് തുടരണമെന്ന് പറഞ്ഞു. വല്ലാത്ത സ്ഥിതിയായിരുന്നു. അപ്പം ദേവസ്വം സാറ് ഇവിടെ തിരുവല്ല പ്രാർത്ഥിക്കാൻ വരുന്നതെന്നറിഞ്ഞ് ഇവിടെ വന്നു. വിശ്വാസത്തോടുകൂടി വന്നു. സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്ലാസ്റ്റർ അങ്ങനെ ഊരി മാറ്റി നടക്കാൻ പറഞ്ഞു. ഞാൻ നടന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഈ അത്ഭുതം പ്രവർത്തിച്ച യേശുവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് വിഷ്ണുപ്രിയ. ഞാൻ തിരുവല്ല ഉണ്ടപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. BSc നേഴ്സാണ്. ഇപ്പോൾ ഒരു സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു ട്യൂട്ടറായിട്ട്. അതിനിടയിലാണ് തിരുവല്ലയിലോട്ട് വന്നത്. എൻ്റെ ഫോൺ നമ്പർ 9497229496.